ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നതിന്റെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. ഇതിന്റെ മുന്നത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നതിൽ വളർച്ചയുടെ ഘട്ടങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ വികാസത്തിന്റെ തലങ്ങൾ, അതിലെ മേഖലകൾ, കൂടാതെ ജെറോമസ് ബ്രൂണർ, ജീൻ പിയാഷെ തുടങ്ങിയ ആളുകളുടെ കോൺട്രിബ്യൂഷൻസ്, പിന്നെ അവരുടെ പറഞ്ഞിട്ടുള്ള തിയറീസ്, ഇതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ജീൻ പിയാഷെനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് സ്റ്റേജ് തിയറി എന്ന് പറയുന്നത്. സ്വാംശീകരണം, സംയോജനം, ഈ രണ്ട് വേർഡ് കേട്ടാൽ അല്ലെങ്കിൽ ഈ രണ്ട് വേർഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരേണ്ടത് ആരുടെ പേരാണ്? ജീൻ പിയാഷെയുടെ പേരാണ്. സ്വാംശീകരണം, സംയോജനം, ഈ രണ്ട് വേർഡ് കൊണ്ടുവന്നതും പിയാഷെയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. എപ്പോഴും ചോദ്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പിയാഷെൻ്റെ പേര് അപ്പം തന്നെ ഓർമ്മ വരണം. സ്വാംശീകരണം ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, അതേപോലെ തന്നെ ഡെഫിനേഷനായിട്ടും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെഫിനേഷനായിട്ടും ചോദ്യം വരുന്ന ഒന്നാണ്. സോ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചുറ്റുപാടുമായി ഇടപെടുന്ന കുട്ടികൾ തുടർച്ചയായി നടത്തുന്ന സ്വാംശീകരണവും സംയോജനവുമാണ് പഠനത്തിന്റെയും അതുവഴി വികാസത്തിന്റെയും അടിസ്ഥാനമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. കുട്ടിയുടെ ബുദ്ധി വളർച്ച നടക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് പ്രോസസ്സിലൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് സ്വാംശീകരണവും സംയോജനവും. പിയാഷെയുടെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നാണ് സ്റ്റേജ് തിയറി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് വൈജ്ഞാനിക അസന്തുലിതാവസ്ഥ, വിജ്ഞാന ശകലങ്ങൾ, അത് സ്കീമ, പിന്നെ സ്വാംശീകരണ സംസ്ഥാപനം, അസിമിലേഷനും അക്കോമഡേഷനും, പിന്നെ അനുരൂപീകരണം, ഇക്വിലിബ്രിയം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് തിയറിയിൽ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമാണ് കേട്ടോ ചെയ്യുക. വൈജ്ഞാനിക അസന്തുലിതാവസ്ഥയിൽ വരുന്ന ടൈമിൽ ധാരണയുടെ യൂണിറ്റാണ് സ്കീമാസ് എന്ന് പറയുന്നത്. അവ ദൃശ്യപരമായി വർഗീകരിക്കാനും പരസ്പരം സംഘടിക്കാനുമായ ബോധഘടകങ്ങളിലേക്ക് വെച്ച് ചേരാനും കഴിയും. പഠിതാവിൻ്റെ മനസ്സിൽ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട അനവധി അറിവുകളുണ്ട്. ഓരോ അറിവിനെയും ഓരോ സ്കീമ എന്ന് വിളിക്കുന്നു. അനവധി സ്കീമുകൾ ചേരുമ്പോഴാണ് വിജ്ഞാന ഘടകങ്ങൾ ഉണ്ടാവുന്നത്. ജീവികൾ ചുറ്റുപാടുമായിട്ട് ശാരീരികമായും മാനസികമായിട്ടും പൊരുത്തപ്പെടുന്ന ആ ഒരു ഇതിനാണ് അനുരൂപീകരണം, അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പുതിയ സ്കീമുകൾ വൈജ്ഞാനിക ഘടനയിലേക്ക് ചേർക്കുന്ന പ്രക്രിയക്കാണ് സ്വാംശീകരണം, അസിമിലേഷൻ എന്ന് പറയുന്നത്. വൈജ്ഞാനിക ഘടനയുടെ ഭാഗമായി തീരുന്ന പ്രക്രിയക്ക് സംസ്ഥാപനം അഥവാ അക്കമഡേഷൻ എന്നും പറയും. ശേഷം വരുന്ന പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ പല ഘട്ടങ്ങൾ, തലങ്ങൾ. ഈ ബോക്സ് എന്ത് ചെയ്യുക, ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇതിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ കൺഫേം ആണ്. സോ ഈ ബോക്സ് ഇതുപോലെ തന്നെ ബൈഹാർട്ട് ആക്കിയിട്ട് വെക്കുക. പിയാഷെയുടെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ ആദ്യം വരുന്നതാണ് ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. നമുക്കറിയാം അത് 0 മുതൽ 2 വയസ്സ് വരെയാണ്. ഈ ടേബിൾ അതുപോലെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. റിഫ്ലക്സുകൾ, സംവേദന, പിന്നെ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങൽ, പിന്നെ സംഭവങ്ങൾ ഓർത്തു വെക്കൽ, ഇതൊക്കെ ഈ ഏജിൽ വരുന്നതാണ്. ഈ സ്റ്റേജിൽ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട ഒന്നാണ് വസ്തുസ്ഥൈര്യം എന്ന് പറഞ്ഞ ഒബ്ജക്ട് പെർമനൻസ്. ഈ ഘട്ടത്തിന്റെ അവസാനം മാത്രം ആർജിക്കുന്ന ഒന്നാണത്. അത് ചിലപ്പോൾ അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആ സ്റ്റേജിൽ. ഏത് ചാലക ഘട്ടത്തിൽ വരുന്നതാണെന്നോ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ വരുന്നതാണെന്നോ ഈ വസ്തുസ്ഥൈര്യം എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം. 2 മുതൽ 7 വയസ്സ് വരെയാണ് വരിക. ഇതിൽ പ്രധാനമായിട്ടും മേ ബി ചോദിക്കാൻ ചാൻസ് ഇറവേഴ്സിബിലിറ്റി അതുപോലെ അനിമിസം. ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്, ഏത് സ്റ്റേജിൽ വരുന്നതെന്ന് പ്രധാനമായിട്ടും നോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മറ്റൊക്കെ വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് അടുത്തേക്ക് നോക്കാം. മൂർത്ത മനോവ്യാപാര ഘട്ടം 7 മുതൽ 11 വയസ്സ് വരെയാണ്. ഒന്നുകൂടി യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി എന്തൊക്കെയാണെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പോരാതെ നമ്മളെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അതൊക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും വർഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. ശേഷം ലാസ്റ്റ് വരുന്നതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം. 11 മുതൽ ഏകദേശം കൗമാരത്തിന് മുകളിലായിട്ട് വരുന്ന ഒരു കാലഘട്ടത്താണ് ഇത് വരുന്നത്. പരികല്പന രൂപീകരിക്കാനും പരീക്ഷിക്കാനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. പല വീക്ഷണത്തിലൂടെയും പല പോയിന്റ് ഓഫ് വ്യൂകൾ നമ്മളൊരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ, അതിനെ കാണാൻ നമ്മൾ തുടങ്ങും. സാമൂഹിക പ്രശ്നങ്ങൾ, നീതി, സത്യം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് ഒന്നുകൂടി രൂപപ്പെടുന്ന സമയം കൂടിയാണ് ഇത്. പിയാഷെയുടെ സെയിം തിയറി ബേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ബ്രൂണറുടേതും. ഏകദേശം എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണ്. കുട്ടികളെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതും ചിന്തകളെ ക്രമീകരിക്കുന്നതും പ്രധാനമായിട്ടും 3 ഘടകങ്ങളിലൂടെയാണ് എന്ന് ബ്രൂണർ സമ്മതിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്നുള്ളത് നോക്കാം. ബ്രൂണർ പറഞ്ഞിട്ടുള്ള ഒന്നാമതാണ് പ്രവർത്തന ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടികൾ മൂർത്ത വസ്തുക്കൾ, റിയൽ ആയ ഒബ്ജക്ട്സ്,
നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വസ്തു തൊട്ടറിഞ്ഞോ കളികളിലൂടെയൊക്കെ ആയിരിക്കും ഈ ഇത് പഠിക്കുന്നത്. പ്രവർത്തന ഘട്ടത്തിൽ തൊട്ടടുത്തതായിട്ട് വരുന്നതാണ് രൂപാത്മക ഘട്ടം, ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ഈ മോഡൽസ്, ചിത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ നടക്കുക. ഇവിടെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെ തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മനസ്സിൽ ദൃശ്യവൽക്കരിക്കാനും സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ 2 ഘട്ടത്തിന് ശേഷം കുട്ടി എത്തുന്നത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലെത്തും. അതാണ് പ്രതീകാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ ചിഹ്നങ്ങൾ, ഭാഷ, നിർവചനങ്ങൾ, സൂത്രവാക്യങ്ങൾ എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുക. ബ്രൂണോയുടെ കാര്യമായുള്ള കോൺട്രിബ്യൂഷൻസിൽ, സംഭാവനകളിൽ വരുന്നതാണ് ഒന്ന് കോൺസെപ്റ്റ് ഫോർമേഷനും അതുപോലെ റീസണിങ്ങും, ആശയ രൂപീകരണവും യുക്തിചിന്തയും. ശേഷം വരുന്നതാണ് പ്രശ്ന പരിഹരണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്ന ഭാഗം. പ്രശ്നം തിരിച്ചറിയുക, പ്രശ്നം നിർവചിക്കുക, പരികല്പന രൂപീകരണം എന്ന് വെച്ചാൽ ഊഹങ്ങൾ, ഈ സ്പെല്ലിങ്ങിൽ ചെറുതായിട്ടും തെറ്റിയിട്ടുണ്ട്. പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ, തന്ത്രങ്ങൾ നടപ്പിലാക്കൽ, അപഗ്രഥനവും നിഗമനവും. ശേഷം ലാസ്റ്റത്തെ സെക്ഷനാണ് വിലയിരുത്തൽ. ശേഷം ജെറോമസ് ബ്രൂണർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാന പഠന രീതികളാണ് നോക്കുന്നത്. ഒന്നാമതാണ് കണ്ടെത്തൽ പഠനം. എന്ന് വെച്ചാൽ അധ്യാപകർ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടികൾ സ്വയം മനസ്സിലാക്കി പഠിക്കുന്നത്. രണ്ടാമതാണ് ചാക്രികാരോഹണ രീതി, സ്പൈറലിംഗ് മെത്തേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ വട്ടം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞു കാര്യങ്ങൾ പഠിച്ച് അതിനെ ഡീപ്പായിട്ട്, ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പിന്നെ അത് ഡീപ്പായിട്ട് ഒരു വിഷയത്തെ പറ്റി പഠിക്കുന്നതിനാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. പിന്നെ വിവരണ സംസ്കരണ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഒരു കാര്യം ആവശ്യമുള്ളപ്പോൾ പഠിച്ച് അത് ഓർമ്മയിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ അത് റീകോൾ ചെയ്യുന്ന ആ സിദ്ധാന്തത്തെ പറ്റിയിട്ട്. ശേഷം അവസാനമായിട്ട് ബ്രൂണർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പഠനത്തിൽ കുട്ടി ഇടപെടുന്ന സാമൂഹ്യ സാംസ്കാരിക സാഹചര്യത്തിന് വമ്പിച്ച സ്വാധീനം ചെലുത്താനാവും. ഇതുപോലെ തന്നെ ചിലപ്പം തന്നിട്ട് ചോദ്യം ചോദിക്കാം, ഇത് ആരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ ഇത് ആര് പറഞ്ഞിട്ടുള്ള സിദ്ധാന്തമാണെന്നോ എന്തും ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക്, അധ്യാപക കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.